ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയുള്ള കുറേയധികം മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് പഠിക്കേണ്ടായി അല്ലേ. അത് ട്രഡീഷണൽ മെത്തേഡ്സ്, മോഡേൺ മെത്തേഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ചില ട്രഡീഷണൽ മെത്തേഡ്സ് നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല, മോഡേൺ മെത്തേഡ്സ് നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ കുറേയധികം മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടായി. പക്ഷേ ഇങ്ങനെയുള്ള മെത്തേഡുകളിലൊന്നും അവിടെയൊക്കെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ക്ലിയർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയെ കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല. ക്ലിയർ, ഈവൻ ദോ അണ്ടർ മോഡേൺ മെത്തേഡ്സ് വി ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി time preference of money, okay, over a period of time, okay, or time value of money, okay, we are not taking into account the risk and uncertainty involved in such projects, and therefore there are certain methods devised here in order to adjust the risk and uncertainty in capital budgeting decision. Okay, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഈ രീതിയിൽ വരാവുന്ന റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ വരാവുന്ന ഒരു കേസസിൽ റിസ്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ക്ലിയർ. സോ ഓൾ ദ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിക്വയർ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ അല്ലേ. നമ്മൾ അറിയാം മിക്കവാറും മെത്തേഡ്സിൽ അതാണ്, എക്സെപ്റ്റ് ARR മാത്രം അല്ലേ. ARRൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ എസ്റ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ക്ലിയർ. ദെൻ സോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അല്ലേ, ക്യാഷ് ഇൻഫ്ലോ ആയിക്കോട്ടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ കിട്ടാവുന്ന ഒരു കാര്യത്തെ ഇപ്പം തന്നെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് മുൻകൂട്ടി നമ്മൾ കരുതി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്ന അല്ലേ, അതിന് പലതരത്തിലുള്ള ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ക്ലിയർ. സോ അവർ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, ക്ലിയർ, uncertainty or uncertain cash flow, that is cash flow that may or may not receive in future. Clear. But now we are estimating it. Clear. And therefore the estimation require consideration of certain factor. നമ്മൾ ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലോ ആയിക്കോട്ടെ ഔട്ട്ഫ്ലോ ആയിക്കോട്ടെ എന്തെല്ലാം ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പരിഗണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒന്ന് എക്സ്പെക്റ്റഡ് ഇൻ എക്കണോമിക് ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ എക്സ്പെക്റ്റഡ് എക്കണോമിക് ലൈഫ് എന്തായിരിക്കും അല്ലേ. അപ്പോൾ എക്കണോമിക് ലൈഫ് 5 വർഷമാണോ 10 വർഷമാണോ അല്ലെങ്കിൽ 20 വർഷമാണോ? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലേ. എസ്റ്റിമേറ്റഡ് ലൈഫ് വളരെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിഗ്രി ഓഫ് റിസ്ക് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി കുറവായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റഡ് ലൈഫ് കൂടുന്തോറും അല്ലേ ഭാവിയിൽ ടെക്നോളജിക്കൽ ഒബ്സലസൻസ് വരുമോ, ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുമോ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന റവന്യൂവിൽ പ്രോബ്ലം വരുമോ, ഇതൊന്നും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. എസ്റ്റിമേറ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെ സെർട്ടനിറ്റി അല്ലേ, അത് ലഭിക്കാനുള്ള സാധ്യത നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം എക്കണോമിക് ലൈഫ് ഓഫ് ദ പ്രോജക്റ്റാണ്. രണ്ടാമത്തത് എന്താ, സാൽവേജ് വാല്യൂ ഓഫ് ദി അസെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി എക്കണോമിക് ലൈഫ് അല്ലേ. ക്യാഷ് ഇൻഫ്ലോസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചില കേസിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടും വരാം. ക്ലിയർ. അപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അത് എടുക്കുന്ന സമയത്ത് ഒരു അസറ്റിൻ്റെ വിറ്റിട്ടായിരിക്കും നമ്മൾ വേറൊരു അസറ്റ് അപ്പം തന്നെ വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് അപ്പം കിട്ടുന്ന സാൽവേജ് വാല്യൂവിനെ നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോസിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. ക്ലിയർ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ എക്കണോമിക് ലൈഫ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്ലിയർ റെസിഡ്യൂവൽ വാല്യൂ, സാൽവേജ് വാല്യൂ. ക്ലിയർ. ആ വാല്യൂ നമ്മൾ ഇൻഫ്ലോ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ എത്രമാത്രം കിട്ടും അല്ലേ. സാൽവേജ് വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് പീരീഡ് വളരെ കുറച്ചാണെങ്കിൽ നമുക്ക് സാൽവേജ് വാല്യൂ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം. എക്കണോമിക് ലൈഫ് കൂടുന്തോറും നമ്മളിപ്പോൾ 10 വർഷത്തേക്ക് മുന്നിൽ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ 15 വർഷത്തെ മുന്നിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സാൽവേജ് വാല്യൂ ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ 0 ആയിട്ട് മാറും. നമ്മൾ കുറേ വാല്യൂ നമ്മൾ സാൽവേജ് ഉണ്ടെന്ന് വിചാരിക്കും, ചിലപ്പോൾ അത് 0 ആയിട്ട് മാറാം. ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫാക്ടർ കൂടെ നമ്മൾ പരിഗണിക്കണം. ക്ലിയർ. എന്തായിരിക്കും സാൽവേജ് വാല്യൂ എന്നുള്ളത്. ക്ലിയർ. ദെൻ കപ്പാസിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അല്ലേ. ഒരു പ്രോജക്റ്റ് എന്തുമാത്രം കപ്പാസിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. നമ്മളൊരു മെഷീനറി വാങ്ങിച്ചെന്ന് വിചാരിക്കുക, ആ മെഷീനറി കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. എന്താ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നമുക്കറിയാം അല്ലേ. ഒരു മെഷീനറി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണോ അതിനെ നമ്മൾ കപ്പാസിറ്റി എന്ന് പറയാം. ക്ലിയർ.
ഇപ്പോൾ 100% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെഷീനെ കൊണ്ട് നമുക്ക് പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന യൂണിറ്റാണ്. അത്രയും യൂണിറ്റ് ചിലപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്താ കാരണം? നമുക്കറിയാം, ഒരു മെഷീനറിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനെങ്കിൽ അതിന് അല്ലേ കുറച്ച് ഇത്ര ആളുകൾക്കേ പറ്റുമെന്നുണ്ടാവും. അത്രയും ആളുകളെ നമ്മൾ എംപ്ലോയ് ചെയ്തു എന്ന് വിചാരിക്കുക. അവർക്ക് വർക്കിംഗ് അവേഴ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ. 8 അവേഴ്സ് പരമാവധി അവർക്ക് വർക്കിംഗ് അവേഴ്സായിട്ട് കൊടുക്കാൻ പറ്റൂ. അതിൽ ആ 8 അവേഴ്സിനുള്ളിൽ തന്നെ ലഞ്ച് ബ്രേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ക്ലിയർ? അപ്പം അതുകൊണ്ട് തന്നെ അതിനുശേഷം അവരെ വീണ്ടും നമ്മൾ വർക്കിങ്ങിന് വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഓവർ ടൈം കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ? അപ്പം മാത്രമല്ല, അല്ലെങ്കിൽ അടുത്ത ഷിഫ്റ്റ് വിളിക്കേണ്ടി വരും. ക്ലിയർ? ഇങ്ങനെ പരമാവധി ഷിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്താലും 24 അവേഴ്സും ക്ലിയർ നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി വരും. ഇങ്ങനെ പലതരത്തിലുള്ള കൺസിഡറേഷൻ നോക്കേണ്ടി വരും. അപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റിന് 80% കപ്പാസിറ്റിയിലേ വർക്ക് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അത് 60% കപ്പാസിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വരും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ക്യാഷ് ഇൻഫ്ലോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ, റവന്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ, പ്രൊഡക്ഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. പ്രൊഡക്ഷൻ മീൻസ് പ്രൊഡ്യൂസ് ചെയ്തല്ലേ വിൽക്കാൻ പറ്റൂ. അപ്പോൾ വിൽപ്പന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വിറ്റുന്നതിന് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലാഭം കിട്ടുള്ളൂ. അപ്പോൾ ആ ലാഭത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ കപ്പാസിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ഈസ് അനദർ ഫാക്ടർ. So next one is selling price of the product. Clear? Product selling price എന്താണ്? SP അല്ലേ. സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് റവന്യൂ കൂടുതലായിരിക്കും, പ്രോഫിറ്റ് കൂടുതലായിരിക്കും, ക്യാഷ് ഫ്ലോസ് കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് വളരെ കുറവാണെങ്കിലോ ക്യാഷ് ഇൻഫ്ലോസ് കുറവായിരിക്കും അല്ലേ, നമുക്ക് കിട്ടുന്ന വരുമാനം കുറവായിരിക്കും അല്ലേ, അതുപോലെ തന്നെ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ഇൻഫ്ലോസിൽ അത് വ്യത്യാസം വരുത്തും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്തുമാത്രം കോസ്റ്റ് വേണ്ടി വരുന്നു ഇല്ലേ. ഈ വേണ്ടി വരുന്ന കോസ്റ്റ് ഒക്കെ നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്. ക്ലിയർ? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, കോസ്റ്റായിട്ട് വേണ്ടി വരുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഔട്ട്ഫ്ലോ അല്ല, പക്ഷേ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റിൻ്റെ നേച്ചർ എന്താണ് അല്ലേ, അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് നിശ്ചയിക്കാൻ പറ്റുക? ക്യാഷ് ഫ്ലോസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ? ഡിപ്രീസിയേഷൻ റേറ്റ് അല്ലേ, ചില ഫേമുകൾ ചിലപ്പോൾ ഡിപ്രീസിയേഷൻ ഹൈ ഡിപ്രീസിയേഷൻ വയ്ക്കുന്നുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ക്യാഷ് ഇൻഫ്ലോ വളരെ കൂടുതലായിരിക്കും. ചില ഫേമുകൾ കുറച്ച് ഡിപ്രീസിയേഷൻ മാത്രമേ വയ്ക്കുന്നുള്ളൂ, അവിടെ ക്യാഷ് ഇൻഫ്ലോ വളരെ കുറഞ്ഞെന്ന് വരാം. കാരണം എന്താ? ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി വയ്ക്കുന്ന ഒരു എമൗണ്ട് ആണ് അല്ലേ. ഇത് ചാർജ് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റ് കുറയും, ചാർജ് കുറയ്ക്കുന്നതിനനുസരിച്ച് റേറ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും. അപ്പോൾ പ്രോഫിറ്റിനെ ഇൻഫ്ലേറ്റ് ചെയ്യാനോ ഡിഫ്ലേറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു ഘടകമാണ് ഈ ഡിപ്രീസിയേഷൻ. ക്ലിയർ? അപ്പോൾ ഇതനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നതുകൊണ്ട് ഡിപ്രീസിയേഷൻ റേറ്റ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്. SLM ആണെങ്കിൽ ഒരു തരത്തിലായിരിക്കും ക്യാഷ് ഫ്ലോ വരിക, സ്റ്റേറ്റിൽ അതുപോലെ തന്നെ WDV ആണെങ്കിൽ വേറെ തരത്തിലായിരിക്കും വരിക. അപ്പോൾ അതനുസരിച്ചിട്ടും വ്യത്യാസം വരാം. റേറ്റ് ഓഫ് ടാക്സേഷൻ അല്ലേ, ടാക്സേഷൻ്റെ റേറ്റ് എന്താണ്? ടാക്സ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറയും, അപ്പോൾ ക്യാഷ് ഫ്ലോസും കുറയും അല്ലേ. അതുപോലെ തന്നെ ടാക്സിൻ്റെ റേറ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കുക, കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് ഫ്ലോസും കൂടുതലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ടാക്സേഷനും എന്തുണ്ടാവും? ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. ദെൻ ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് അല്ലേ, നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ് എന്താണ്? ക്ലിയർ? ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഇല്ലാതായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഡിമാൻഡ് കൺസിസ്റ്റൻ്റ്ലി വർദ്ധിച്ചുകൊണ്ട് വരുമോ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം ആയിട്ട് നിൽക്കുമോ? ഇങ്ങനെയുള്ള പല കൺസിഡറേഷൻ നോക്കിയിട്ട് ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം സബ്സിക്വൻ്റ് ആയിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നിശ്ചയിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. So but due to uncertainties about the future, estimate of demand, production, sales, cost of selling അല്ലേ, സെല്ലിംഗ് പ്രൈസ്, ഇങ്ങനെ പല ഘടകങ്ങളെയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അല്ലേ കനോട്ട് ബി മെയ്ഡ് എക്സാക്ട്ലി. ക്ലിയർ? എക്സാക്റ്റ് ആയിട്ട് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ, എസ്റ്റിമേറ്റ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. ഓക്കെ. സോ എ പ്രോഡക്റ്റ് മേ ബിക്കം ഒബ്സലേറ്റ് മച്ച് ഏർലിയർ ദാൻ ആൻറ്റിസിപ്പേറ്റഡ് അല്ലേ, നമ്മൾ വിചാരിക്കുന്നതോളം സ്പീഡിൽ ചിലപ്പോൾ എന്തായിട്ട് മാറുന്നത്? ഒബ്സലേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? സോ ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ടെക്നോളജി പലപ്പോഴും പെട്ടെന്ന് മാറിയെന്ന് വരാം, ചിലപ്പോൾ മാറാതെ ഇരിക്കാം. അപ്പോൾ ഇതൊക്കെ ചില ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ആയതുകൊണ്ട് അതിനനുസരിച്ച് വ്യത്യാസം വരാം. സോ ഓൾ ദീസ് എലമെൻറ്റ്സ് ആർ ക്ലിയർ ലീഡിങ് ടു അൺസർട്ടനിറ്റി, റിസ്ക്. ക്ലിയർ?
സോ ഇത് നമ്മൾ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്താവുള്ളൂ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് മാറുള്ളൂ. അതർവൈസ് നമ്മൾ പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ നോക്കി അല്ലെ NPV മെത്തേഡോ IRR മെത്തേഡോ അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പേ ബാക്ക് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഒക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യും. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അഡ്വൈസ് തെറ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ എവറി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻവോൾവ്സ് ക്ലിയർ ഹൈ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. അപ്പോൾ നമ്മൾ റിസ്കിനെ കൂടെ എന്ത് ചെയ്യേണ്ടി വരുന്നു? സോ some allowances of the element of risk clear needs to be or will have to be provided. റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലേ ഒരു മാർജിൻ അല്ലേ, ഒരു അലവൻസസ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻസിൽ ക്യാഷ് ഇൻഫ്ലോ ആയിക്കോട്ടെ, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിക്കോട്ടെ, ഇതിലൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ, റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, നമുക്ക് എന്താ ആവശ്യമുണ്ട്? വി റിക്വയർ സർട്ടൻ മെത്തേഡ്സ് ക്ലിയർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസ്ക് അറ്റ് ദ ടൈം ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇതിനെ ക്ലിയർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ദാറ്റ് ഈസ് റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ക്ലിയർ. സോ വാട്ട് ആർ ദ മെത്തേഡ്സ് അവൈലബിൾ ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്? റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതിന് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുക? പല പേരിലും അറിയപ്പെടും. ക്ലിയർ, റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് എന്ന് പറയാം. അപ്പം ഇങ്ങനെ കുറേയധികം മെത്തേഡ്സ് വരാം. ഓക്കെ, റിസ്ക് ട്രീറ്റഡ് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി പോവാം. ഇപ്പോൾ 7ഓളം മെത്തേഡ്സ് നമ്മുടെ ഇതിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ് മെത്തേഡ്. റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ് മെത്തേഡ്. കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ നമ്മളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് നിശ്ചയിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ. ഓർ ഇതിന് വേറൊരു പേര് കൂടെ പറയാറുണ്ട്, മെത്തേഡ് ഓഫ് വേരിയിങ് ഡിസ്കൗണ്ട് റേറ്റ്. വേരിയിങ് ഡിസ്കൗണ്ട് റേറ്റ്. എന്താ വേരിയിങ് ഡിസ്കൗണ്ട് റേറ്റ്? ഒറ്റ സിംഗിൾ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുന്നതിന് പകരം ഓരോ പ്രോജക്റ്റിൻ്റെയും റിസ്കിൻ്റെ നേച്ചർ അനുസരിച്ച്, റിസ്കിൻ്റെ എക്സ്പോഷർ അനുസരിച്ച് ക്ലിയർ അവിടെ നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി എടുക്കുന്ന റേറ്റ്, ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ മിനിമം റിക്വയർഡ് റേറ്റ്, അതിലെന്ത് ചെയ്യുന്നു, മാറ്റം വരുത്തുന്നു. ക്ലിയർ. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, മെത്തേഡ് ഓഫ് വേരിയിങ് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ് എന്ന് പറയാം. ക്ലിയർ. ഇപ്പം നേരത്തേക്ക് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നോക്കിയ സമയത്ത് അല്ലേ NPV ചെയ്യുമ്പോഴും അല്ലേ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു റേറ്റാണ് അസ്യൂം ചെയ്യുന്നത് അല്ലേ. 10% എന്ന് പറഞ്ഞ ഒരു റേറ്റ് അല്ലെങ്കിൽ 11% വന്ന ഒരു റേറ്റ്. അത് A പ്രോജക്റ്റ് ആണെങ്കിലും B പ്രോജക്റ്റ് ആണെങ്കിലും C ആണെങ്കിലും ഒക്കെ ഒരേ തരത്തിലുള്ള റേറ്റാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുത്തിരുന്നത് അല്ലേ. ഇപ്പോൾ Aയും Bയും 2 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടിനെയും 10% വെച്ചിട്ടാണ് എടുക്കുക. പക്ഷേ A പ്രോജക്റ്റിൻ്റെ റിസ്ക് ആയിരിക്കില്ല B പ്രോജക്റ്റിന്. ക്ലിയർ. Aക്ക് ചിലപ്പോൾ റിസ്ക് കൂടുതലായിരിക്കും, Bക്ക് റിസ്ക് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്ലിയർ നമുക്ക് Aയും Bയും ഒരേ തരത്തിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ക്യാഷ് ഫ്ലോസിനെ പറ്റില്ല. കാരണം എന്താണ്, റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ റിസ്ക് കൂടുതലുള്ള Aക്ക് എന്ത് ചെയ്യണം, കൂടുതൽ റേറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. റിസ്ക് കുറവുള്ള Bക്ക് നോർമലി ഉള്ള ഡിസ്കൗണ്ട് റേറ്റ് മതിയാവും. അപ്പോൾ ആ രീതിയിൽ വ്യത്യാസം റിസ്കിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നതിനുള്ള റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുത്താം. അങ്ങനെ ചേഞ്ച് വരുത്തുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും അല്ലേ, വേരീഡ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ വേരിയിങ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് വേരിയിങ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്. ക്ലിയർ. റിസ്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. ക്ലിയർ. റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ്. ശരി. രണ്ടാമത്തെ മെത്തേഡ് എന്താ, സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്, CE മെത്തേഡ് എന്ന് പറയും. ക്ലിയർ. സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്. ഈ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻഫ്ലോസിൻ്റെ അല്ലേ, ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാം. അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടാനുള്ള സാധ്യത, സെർട്ടേൺ ആയിട്ട് മാറാനുള്ള സാധ്യത എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു കോയിഫിഷ്യൻ, ക്ലിയർ, സെർട്ടനിറ്റി കോയിഫിഷ്യൻ എന്ന് പറയും. ആ സെർട്ടനിറ്റി കോയിഫിഷ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കിലെടുക്കുകയും, ക്ലിയർ, കംപ്ലീറ്റ് സെർട്ടൺ ആണെങ്കിൽ നമുക്ക് ഇൻറ്റു 1 ചെയ്താൽ മതി. ക്ലിയർ. 1 എന്ന് തന്നെ എടുക്കാം. 1ന് അല്ലേ കംപ്ലീറ്റ് സെർട്ടൺ അല്ല, കുറച്ച് നമുക്ക് സെർട്ടനിറ്റി കുറവാണെന്ന് വിചാരിക്കും, 10% കുറവുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് 90% ഉറപ്പുള്ളൂ. അങ്ങനെ 90% ഉറപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
0.9 അല്ലേ, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.9 ആയിട്ട് എടുക്കും. ക്ലിയർ അല്ല, 80% സാധ്യത ഉള്ളെങ്കിൽ നമ്മൾ 0.8 ആയിട്ട് അതിൻ്റെ ഇതെടുക്കുന്നു. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസിനെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ക്യാഷ് ഇൻഫ്ലോസിനെയും നമ്മൾ ഇതുകൊണ്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസിനെ കൺവേർട്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ 1 lakh റുപ്പിയാണ്, 80% ആണെങ്കിൽ 1 lakh × 0.8 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 80,000 കിട്ടും. ആ 80,000 രൂപയെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, സർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ. അപ്പോൾ ആകെ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുകയും ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സെർട്ടനിറ്റി ഈക്വലന്റ് കോയിഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെർട്ടനിറ്റി അല്ലെങ്കിൽ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസിലാക്കി മാറ്റുകയാണ് ചെയ്യുക. ക്ലിയർ. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് എന്തായിരിക്കും, ഈ എമൗണ്ട് മിക്കവാറും കിട്ടും. ക്ലിയർ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബേസിസിൽ എടുക്കുന്ന തീരുമാനം തെറ്റായിട്ട് മാറാനുള്ള സാധ്യത കുറയും. അപ്പോൾ റിസ്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി സെർട്ടനിറ്റി ഈക്വലന്റ് കോയിഫിഷ്യൻ്റ് മെത്തേഡ്. ക്ലിയർ. ഓർ സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ്. അതുപോലെ സെൻസിറ്റിവിറ്റി ടെക്നിക്. ക്ലിയർ. പ്രോബബിലിറ്റി ടെക്നിക്. ഓക്കെ, എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന് നോക്കുന്ന അല്ലേ, നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഒക്കെ നോക്കി. ക്ലിയർ. അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ക്ലിയർ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സെർട്ടനിറ്റി ടെക്നിക്സ് എന്ന് പറയും. ക്ലിയർ. അതുപോലെ പ്രോബബിലിറ്റി ടെക്നിക്. ക്ലിയർ. ക്യാഷ് ഇൻഫ്ലോ കിട്ടാനോ കിട്ടാതിരിക്കാനുള്ള സാധ്യത നോക്കി പ്രോബബിലിറ്റി ടെക്നിക്സ് നമുക്ക് നോക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് അല്ലേ, ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ എടുത്തിട്ട് അതിൽ ഡീവിയേഷൻ വരാനുള്ള സാധ്യത എന്താണ്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ അരിത്മെറ്റിക് മീൻ എടുത്ത്, ക്ലിയർ, മീൻ എന്നുള്ള ഡീവിയേഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം എത്രമാത്രം ഡീവിയേഷൻ ഉണ്ട് നോക്കുന്നു. അപ്പോൾ ആ രീതിയിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മെത്തേഡ്, അപ്പോൾ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലേ, CV. അപ്പോൾ CV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടും റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡിസിഷൻ ട്രീ അനാലിസിസ്. ക്ലിയർ. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് വരുന്ന ഡിസിഷൻസ് നമ്മൾ ഒരു ട്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രാഞ്ച് ട്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പല ബ്രാഞ്ചും ട്രീയും അതുപോലെ തന്നെ അതിൻ്റെ ബ്രാഞ്ചും സബ് ബ്രാഞ്ചും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ഓൾ ദി മെത്തേഡ്സ് അവൈലബിൾ ഫോർ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സോ വൺ ഈസ് റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ് മെത്തേഡ്. Second is certainty equivalent coefficient, sensitivity technique, probability technique, standard deviation method, coefficient of variation method and decision tree analysis. Clear. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ രണ്ടെണ്ണത്തെ കുറിച്ചാണ് നോക്കുന്നത്. ക്ലിയർ. ഒന്ന് certainty equivalent coefficient മെത്തേഡും വേറൊന്ന് റിസ്ക് അഡ്ജസ്റ്റഡ് കട്ട് ഓഫ് റേറ്റ് മെത്തേഡും.